ഇന്ത്യൻ സിനിമയിൽ ചില കൂട്ടുകെട്ടുകൾ കാലത്തെ വരെ മാറ്റിമറിച്ചിട്ടുണ്ട്. സംവിധായകനും സംഗീതജ്ഞനുമാണ് ഈ കൂട്ടുകെട്ടിലെങ്കിലോ അതിൽ പിറക്കുന്നത് വെറും സിനിമകൾ മാത്രമായിരിക്കില്ല, മറക്കാനാവാത്ത അനുഭവങ്ങൾ കൂടിയായിരിക്കും. ജന്മദിനങ്ങൾക്കിടയിൽ ഒരൊറ്റ ദിവസത്തെ വ്യത്യാസം, ഒരാൾ സംവിധാനത്തിന്റെയും മറ്റൊരാൾ സംഗീതത്തിന്റെയും ചക്രവർത്തിമാണ്. പറഞ്ഞു വരുന്നത് മണിരത്നം ഇളയരാജ കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. ജൂൺ 2 ജനിച്ച് സിനിമയുടെ ഭാഷ തന്നെ മാറ്റിയെഴുതിയ സംവിധായകൻ മണിരത്നവും തൊട്ടടുത്ത ദിവസം ജൂൺ 3 ജനിച്ച് ആ ദൃശ്യങ്ങൾക്ക് സംഗീതം കൊണ്ട് ജീവൻ നൽകിയ സംഗീത മാന്ത്രികൻ ഇളയരാജയും അവർ ഒന്നിച്ചപ്പോൾ പിറന്നത് ചരിത്രമായിരുന്നു. ഒരു ദശാബ്ദക്കാലം നീണ്ട ആ സുവർണ കാലഘട്ടം ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ചത് എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളാണ്. ആ സുവർണ കാലഘട്ടത്തിന്റെ കഥയും അവരുടെ വേർപിരിയലിന്റെ കാണാപ്പുറങ്ങളുമാണ് ഈ വീഡിയോ. അതിനിടയിൽ മറ്റൊരു രസകരമായ കാര്യവുമുണ്ട്. ജൂൺ 3 ജന്മദിനമെങ്കിലും ഇളയരാജ ജൂൺ 2 അത് ആഘോഷിക്കുന്നത്. തനിക്ക് ഇസൈജ്ഞാനി എന്ന പദവി നൽകി ആദരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയോടുള്ള ആദരസൂചകമായി അദ്ദേഹം തന്റെ ജന്മദിനാഘോഷങ്ങൾ ജൂൺ 2 മാറ്റുകയായിരുന്നു. അങ്ങനെ നോക്കിയാൽ നേരത്തെ പറഞ്ഞ ഈ രണ്ട് മജീഷ്യൻസിന്റെയും ജന്മദിനം ഒന്ന് തന്നെ എന്ന് പറയാം. 1956 ജൂൺ 2 മദ്രാസിൽ ഗോപാലരത്നം സുബ്രഹ്മണ്യം എന്ന മണിരത്നം ജനിക്കുന്നത്. മാനേജ്മെന്റിൽ ബിരുദം നേടിയ ആളായിരുന്നു മണിരത്നം. സിനിമ അടങ്ങാത്ത ആവേശമായിരുന്നെങ്കിലും കൺസൾട്ടന്റ് ആയാണ് അദ്ദേഹം കരിയർ തുടങ്ങിയത്. പക്ഷെ ഉള്ളിലെ സിനിമാ മോഹം അത് മറ്റെന്ത് ചെയ്തിട്ടും അടങ്ങിയതുമില്ല. മറുവശത്ത് 1943 ജൂൺ 3 തമിഴ്നാട്ടിലെ പന്നേപുരം എന്ന ഗ്രാമത്തിൽ ജനിച്ച ജ്ഞാനദേശികൻ ഡാനിയൽ രാജയ്യ എന്ന ഇളയരാജ. സംഗീതത്തിനായി ജീവിക്കാൻ പിറന്നവനായിരുന്നു അവൻ എന്നാണ് പണ്ടുമുതലേ എല്ലാവരും പറഞ്ഞത്. സഹോദരങ്ങളോടൊപ്പം നാടോടി സംഗീത ട്രൂപ്പുകളിൽ തുടങ്ങി വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിൽ വൈദഗ്ധ്യം നേടി ചെന്നൈയിലെ സിനിമാ ലോകത്ത് സ്വന്തമായി ഒരു സാമ്രാജ്യം പടുത്തുയർത്തുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇനി മണിരത്നം ഇളയരാജ കൂട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഒരാൾക്ക് സിനിമ ശാസ്ത്രീയമായ സമീപനമായിരുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് അത് ജീവിതത്തിന്റെ താളം തന്നെയായിരുന്നു. 1983 മണിരത്നം തന്റെ ആദ്യ സിനിമയുമായി വരുമ്പോൾ ഇളയരാജ തെന്നിന്റെ സംഗീത ലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു. പുതുമുഖ സംവിധായകനായ മണിരത്നത്തിന്റെ ആദ്യ ചിത്രം കന്നഡയിലായിരുന്നു, പല്ലവി അനുപല്ലവി. അതായിരുന്നു ആ ചിത്രം. അനിൽ കപൂർ നായകനായ ആ ചിത്രത്തിന് സംഗീതം നൽകാൻ മണിരത്നം സമീപിച്ചത് ഇളയരാജയായിരുന്നു. അത് പുതിയൊരു കാലത്തിന്റെ തുടക്കമായിരുന്നു. പല്ലവി അനുപല്ലവിയിലെ ഗാനങ്ങൾ വലിയ ഹിറ്റായി. ഒരു സംവിധായകന്റെ കാഴ്ചകളെ വൈകാരികമായി തൊട്ടറിയുന്ന സംഗീതം നൽകാൻ കഴിവുള്ള ഒരു സംഗീതജ്ഞനെ കൂടി സിനിമാ ലോകം തിരിച്ചറിയുകയായിരുന്നു. പിന്നീട് കേരളത്തിലെ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയത്തിന്റെ കഥ പറഞ്ഞ മോഹൻലാൽ നായകനായി അഭിനയിച്ച ഉണരു എന്ന മലയാള സിനിമ, ആ സിനിമയിൽ അവർ വീണ്ടും ഒരുമിക്കുന്നു. മണിരത്നം ഇളയരാജ മാജിക്കൽ കോംബോയുടെ യഥാർത്ഥ മാന്ത്രികതയ്ക്ക് ഇന്ത്യൻ സിനിമ സാക്ഷ്യം വഹിച്ചു തുടങ്ങിയത് മൗനരാഗം എന്ന സിനിമയിലൂടെയാണ്. നിർബന്ധിത വിവാഹത്തിന് തയ്യാറായ ഒരു പെൺകുട്ടിയുടെ മനോസംഘർഷങ്ങളെ വരച്ചു കാട്ടിയ മൗനരാഗം ഇന്ത്യൻ സിനിമയിലെ പ്രണയ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു ആ സിനിമ. ഈ സിനിമയിൽ ഇളയരാജയുടെ സംഗീതം പശ്ചാത്തല സംഗീതം മാത്രമായിരുന്നില്ല, അത് സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ദിവ്യയുടെ നിശബ്ദ വേദനകളും ചന്ദ്രകുമാറിന്റെ പറയാത്ത പ്രണയവും പ്രേക്ഷകർ അനുഭവിച്ചത് ഇളയരാജയുടെ ഈണങ്ങളിലൂടെയാണ്. നിലാവേ വാ പോലുള്ള ഗാനങ്ങൾ വെറും ഹിറ്റുകൾ മാത്രമായിരുന്നില്ല, ഒരു കാലഘട്ടത്തിന്റെ പ്രണയഗീതങ്ങളായിരുന്നു അത്. മുംബൈ അധോലോക നായകനായിരുന്ന വരദരാജ മുതലിയാരുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയ നായകൻ, അത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായിരുന്നു. വേലു നായ്ക്കർ എന്ന കഥാപാത്രമായി കമലഹാസൻ ജീവിക്കുകയായിരുന്നുവെങ്കിൽ അതിന് ആത്മാവ് നൽകിയത് ഇളയരാജയുടെ സംഗീതമായിരുന്നു. ഇളയരാജയുടെ 100ാമത്തെ ചിത്രം എന്ന് വിശേഷിക്കപ്പെടുന്ന നായകൻ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സൃഷ്ടികളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. തെന്മാണ്ടി ചീമയിലെ എന്ന ഒറ്റ ഗാനം ഒരു നാടിന്റെ മുഴുവൻ നോവും പ്രതീക്ഷയും ആ ഒറ്റ ഗാനത്തിലൂടെ നമ്മളിലേക്ക് എത്തിക്കുകയായിരുന്നു ഇളയരാജ. നായകൻ പോലെ ഗൗരവമുള്ള വിഷയത്തിൽ നിന്ന് മാറി അഗ്നി നക്ഷത്രം പോലെ ഒരു സ്റ്റൈലിഷ് ആക്ഷൻ ഡ്രാമ ഒരുക്കിയപ്പോഴും ഈ കൂട്ടുകെട്ട് ഞെട്ടിച്ചു. രണ്ട് അർദ്ധ സഹോദരന്മാരുടെ പകയുടെയും സ്നേഹത്തിന്റെയും കഥ പറഞ്ഞ ഈ സിനിമ കാഴ്ചയിലും കേൾവിയിലും ഒരു പുതിയ തരംഗമായി. PC ശ്രീരാമിന്റെ ക്യാമറയും ഇളയരാജയുടെ സംഗീതവും ഒരുമിച്ച് തീർത്തത് ഒരു സിനിമാറ്റിക് വിസ്മയമായിരുന്നു. നിന്നുകോരി വർണ്ണം, രാജാ രാജാതിരാജ തുടങ്ങിയ ഗാനങ്ങൾ അന്നത്തെ യുവത്വത്തിന്റെ ഹരമായി മാറുകയായിരുന്നു. അതുപോലെ മണിരത്നം തെലുങ്കിൽ ഒരുക്കിയ ഗീതാഞ്ജലി, മരണത്തെ മുന്നിൽ കാണുന്ന രണ്ടുപേരുടെ കഥയാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞത്. നാഗാർജുനയും ഗിരിജയും അഭിനയിച്ച ഈ ചിത്രത്തിലെ ഓ പ്രിയ പ്രിയ, ഓ പാപാലാലി തുടങ്ങിയ ഗാനങ്ങൾ പ്രണയത്തിന്റെ ആഴവും വേദനയും ഒരുപോലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഇളയരാജയുടെ സംഗീതം ഈ ചിത്രത്തെ ഒരു കവിത പോലെ മനോഹരമാക്കി എന്ന് വേണം പറയാൻ. മാനസിക വളർച്ചയില്ലാത്ത ഒരു കുട്ടിയുടെയും അവളുടെ കുടുംബത്തിന്റെയും ഹൃദയസ്പർശിയായ കഥ പറഞ്ഞ ചിത്രമായിരുന്നു അഞ്ജലി. ചിത്രത്തിലെ അഞ്ജലി അഞ്ജലി എന്ന ഗാനം കേട്ട് കണ്ണു നനയാത്തവർ കുറവായിരിക്കും. ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയും മാതാപിതാക്കളുടെ വേദനയും എല്ലാം ഇളയരാജ സംഗീതത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിച്ചു.
ഈ ചിത്രത്തിലെ പശ്ചാത്തല സംഗീതത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ഇളയരാജയ്ക്ക് ലഭിച്ചു. ഇനി മഹാഭാരതത്തിലെ കർണൻ ദുര്യോധനൻ സൗഹൃദത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മണിരത്നം ഒരുക്കിയ ദളപതി എന്ന സിനിമ ഒരുപക്ഷെ ഈ കൂട്ടുകെട്ടിന്റെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട സിനിമയായി മാറി ദളപതി. രജനീകാന്തും മമ്മൂട്ടിയും ഒരുമിച്ച് വന്നപ്പോൾ തിയേറ്ററുകളാകെ ഇളകി മറിഞ്ഞു. രക്കമ്മ കയ്യെ തട്ട്, സുന്ദരി കണ്ണാൽ ഒരു ചെയ്തി, കാട്ടുകുയില്, യമുനയാற்றிലെ തുടങ്ങിയ എല്ലാ ഗാനങ്ങളും ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തേക്കും വലിയ ഹിറ്റുകളായി. ഇന്നും അതെല്ലാം കേട്ട് ആസ്വദിക്കുന്നവരാണല്ലോ നമ്മളെല്ലാം. എന്നാൽ ദളപതിയുടെ ഈ വിജയം, ആ വൻ വിജയം ആഘോഷമാക്കുമ്പോൾ ആരും കരുതിയിരുന്നില്ല അതൊരു യുഗത്തിന്റെ അവസാനമായിരിക്കും. ആ ചിത്രത്തിന് ശേഷം മണിരത്നവും ഇളയരാജയും പിന്നീട് ഒരുമിച്ചില്ല. ഇതിന് പല കാരണങ്ങൾ പറയപ്പെടുന്നുണ്ടെങ്കിലും ആ വേർപിരിയിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന് ഒരു പുതിയ സംഗീത പ്രതിഭയുടെ ഉദയമായിരുന്നു. എ.ആർ. റഹ്മാൻ എന്ന സംഗീത സംവിധായകൻ. മണിരത്നം തന്റെ അടുത്ത ചിത്രമായ റോജയ്ക്ക് വേണ്ടി സമീപിച്ചത് റഹ്മാനെയായിരുന്നു. ആ തീരുമാനം ഇന്ത്യൻ സിനിമാ സംഗീതത്തിൽ മറ്റൊരു പുതിയ ചരിത്രം കുറിച്ചു എന്നത് വേറെ കാര്യം. റോജയുടെ സംഗീതം ഇന്ത്യ ഒട്ടാകെ ഒരു തരംഗമായി മാറി. അതോടെ മണിരത്നം, എ.ആർ. റഹ്മാൻ എന്ന പുതിയൊരു കൂട്ടുകെട്ടിന് തുടക്കമായി. ബോംബെ, ദിൽസെ, ഇരുവർ, അലൈപ്പായതേ തുടങ്ങി നിരവധി ഹിറ്റുകൾ ഈ കൂട്ടുകെട്ടിൽ പിറന്നു. അതേസമയം ഇളയരാജ തന്റെ വഴിക്ക് സംഗീതയാത്ര തുടർന്നു. എണ്ണമറ്റ ഹിറ്റുകളാണ് പിന്നീട് അദ്ദേഹം നൽകിയത്. പത്മഭൂഷൺ, പത്മവിഭൂഷൺ ബഹുമതികൾ നേടി അദ്ദേഹം സംഗീത ലോകത്തെ ചക്രവർത്തിയായി യാത്ര ഇപ്പോഴും തുടരും. മണിരത്നം ഇളയരാജ കൂട്ടുകെട്ട് അത് ഒരു ദശാബ്ദക്കാലം മാത്രമേ നീണ്ടു വന്നുള്ളൂ. പക്ഷേ ആ കാലയളവിൽ അവർ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ അത് വിലമതിക്കാനാവാത്തതാണ്. അവർ പിരിഞ്ഞപ്പോൾ സിനിമയ്ക്ക് എന്ത് നഷ്ടമായി എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം അവർ ഒരുമിച്ച് അനശ്വരമാക്കിയത് ഓർമ്മകളാണ്. ഇന്നും ആ പാട്ടുകൾ കേൾക്കുമ്പോൾ, ആ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ആ സുവർണ കാലഘട്ടത്തിലേക്ക് അറിയാതെ തിരിച്ചു പോകും. അതുകൊണ്ട് ജൂൺ 2, 3 അത് കേവലം 2 ജന്മദിനങ്ങൾ മാത്രമല്ല, അത് ദൃശ്യവും സംഗീതവും ഒരേ ആത്മാവിൽ ലയിച്ച ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മനോഹരമായ ഒരു കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സംവിധായകനും സംഗീതജ്ഞനും എന്നതിലുപരി ഒരേ താളത്തിൽ ചിന്തിച്ച 2 പ്രതിഭകളായിരുന്നു അവർ. കാലം മായ്ക്കാത്ത ഇന്ത്യൻ സിനിമയുടെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന ദ ലിവിംഗ് ലെജൻഡ്സ്.